ന്യൂസ് 18 പുറത്തുവിട്ട വോട്ട് വൈബിന്റെ സർവേയിലടക്കം ഇത്തവണ ശബരിമല വിവാദം എത്ര കണ്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്ന കാര്യം പരിശോധിച്ചിരുന്നു. പക്ഷേ പല സർവേകളും ശബരിമല വിവാദം അത്ര കണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയമല്ലെന്നൊരു കണ്ടെത്തലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു മുന്നണി നേതൃത്വങ്ങളും അത് വിട്ടുകളഞ്ഞിട്ടുമില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷം വിശ്വാസ സംരക്ഷകരല്ലാത്ത സർക്കാരിനെതിരെ വോട്ട് ചെയ്യണം എന്ന നിലപാടെടുത്തുകയും വരികയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം എത്ര കണ്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. കിരൺ ബാബുണ്ട്, ഒപ്പം അരുണുണ്ട്. കിരൺ, ഈ വിഷയത്തിൽ ശബരിമല എത്ര കണ്ട്, ഒരുപക്ഷെ സർവേകളിലൊക്കെ ശബരിമല അത്ര വലിയ വിഷയമല്ലെന്ന സൂചന ഉണ്ടായെങ്കിലും പ്രതിപക്ഷം വിട്ടുകളഞ്ഞിട്ടില്ല. കാരണം ശബരിമല കേരളത്തിന്റെ പല തെരഞ്ഞെടുപ്പുകളെയും സ്വാധീനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടുകൂടി അത് ഒരു ആർജവമുള്ള സബ്ജക്റ്റായി തന്നെ ഏറ്റെടുത്തു. എത്ര കണ്ട് UDF അത് ആ നീക്കം ഉപയോഗപ്പെട്ടിട്ടുണ്ടാവണം? ചൈത്ത, ഈ സർവേയിൽ ശബരിമലയേക്കാൾ പ്രധാനപ്പെട്ടതായി മറ്റു വിഷയമൊക്കെ പറയുന്നതിനെ നമുക്ക് വേറെ തരത്തിൽ കാണേണ്ടി വരും. ഈ ശബരിമല വിഷയം പ്രധാനമായും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന്. രണ്ടാമതാണ് ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്, എന്ത് നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയാൽ സർക്കാരിൻ്റെ പ്രകടനം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അത്തരം വിഷയങ്ങളൊക്കെ പറയും. ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന് പറയാൻ പലരും മടിക്കും. പക്ഷേ അതിന് അടിയിലേക്ക് പലരുടെയും വോട്ടിനെയും രാഷ്ട്രീയത്തെയൊക്കെ തീരുമാനിക്കുന്നതിൽ അവരുടെ അടിയിൽ ഒരു ലെയറായി നിന്ന് പ്രവർത്തിക്കും ഈ വിശ്വാസ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും വിശ്വാസ പ്രശ്നങ്ങൾക്ക് ആ തരത്തിലേക്കുള്ളൊരു പ്രാധാന്യം സർക്കാരുകൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ശബരിമലയും ആ തരത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. പക്ഷേ UDF കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഒന്നാം നമ്പർ വിഷയം അല്ലെങ്കിൽ ഏറ്റവും പ്രധാന വിഷയമായി തന്നെ അതിനെ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഏറ്റവും പ്രധാന വിഷയമായി ആ വിഷയത്തിൽ മാത്രം നിൽക്കുന്നില്ല. കാരണം സർക്കാർ ഇതിലൊരു U-ടേൺ അടിച്ചിട്ടുണ്ട്. സർക്കാർ ശബരിമല വിഷയത്തിൽ എങ്ങനെയാണെന്ന് നേരത്തെ എടുത്തിരുന്ന നിലപാട് നവോത്ഥാന നിലപാടായിരുന്നു സർക്കാർ എടുത്തത്. അത് സമൂഹത്തിൻ്റെ ആചാരങ്ങൾ മാറണം, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രമടക്കം പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സംഘടനകളെയൊക്കെ ഹിന്ദു സമുദായത്തിലെ അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നവോത്ഥാന സമിതിയൊക്കെ രൂപീകരിച്ചാണ്. അവിടെ നിന്ന് സർക്കാർ നേരെ U-ടേൺ അടിച്ച് ആചാരം സംരക്ഷിക്കണം എന്നുള്ള നിലപാടിലേക്ക് കോടതിയിലേക്ക് മാറുന്നു. ഈ നിലപാടാണ് നേരത്തെ തന്നെ ഏതെങ്കിലും ഒരു UDF-നായാലും ഉള്ളത്, BJP-ക്കായാലും ഇതേ നിലപാട് തന്നെയാണ് ഉള്ളത്. ആ നിലപാടിലേക്ക് LDF വന്നു. അതിൻ്റെ കാവട്യം എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാമെന്നതിനപ്പുറത്തേക്ക് വലിയ ചർച്ചയാക്കാൻ സ്വാഭാവികമായും UDF-നും അതിൽ പ്രയാസമുണ്ട്. LDF-നെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരു ആശ്വാസം തന്നെയാണ്. അത്തരമൊരു ചർച്ചയിലേക്ക് കൂടുതലായി പോകുന്നില്ല എന്നുള്ളത് LDF-നെ സംബന്ധിച്ച ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഈ വിശ്വാസ പ്രശ്നമായതുകൊണ്ട് ഇത് ആളുകളുടെ ഉള്ളിൽ കിടന്ന് ഈ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ വൈകാരികത പലർക്കും കടന്നുകൂടും. അവിടെ യുക്തിപരമായി ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റ് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും ചിന്തിക്കാൻ പലപ്പോഴും ആളുകൾ തയ്യാറാവില്ല. അവിടെ വൈകാരികമായി ചിന്തിക്കാനും പ്രതികരിക്കാനും ഒക്കെ സാധ്യതയുള്ള വിഷയമാണ്. അതിൻ്റെ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം UDF വലിയ തോതിൽ തന്നെ നടത്തുന്നുണ്ട്. BJP-യും വലിയ അളവിൽ തന്നെ ആ വിഷയമൊക്കെ നടത്തുന്നുണ്ട്. LDF എന്നാൽ ആ തരത്തിലേക്ക് ഇത് ശബരിമല വിഷയത്തിൽ U-ടേണിലേക്ക് വന്നുവെങ്കിൽ പോലും അതിനെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാക്കാൻ LDF എന്തായാലും തയ്യാറാവുന്നില്ല. ഈ വിശ്വാസ പ്രശ്നമായതുകൊണ്ട് ഇനി അത് ഏത് തരത്തിൽ ആർക്ക് ഗുണം ചെയ്യും, എത്രത്തോളം ഇത് ചർച്ചയായിട്ടുണ്ട് എന്നതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് വിലയിരുത്താനാവൂ. അതാണ് സാഹചര്യം. അരുൺ, ഈ ശബരിമല എന്ന വിഷയം ഉയർന്നു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ CPM-നെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു ശബരിമല എത്ര കണ്ട് വെല്ലുവിളി ഉണ്ടാക്കുമെന്ന കാര്യം. ഇതിനെ പ്രതിരോധിക്കാൻ പൂർണ്ണമായും കഴിയുന്നുണ്ടോ? ഇപ്പോൾ ഇതാ നോക്കൂ, ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ പൂർണ്ണമായും അരുണിനോട് അടക്കം ഹൈക്കോടതി വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ സുതാര്യമാണ് എന്ന വാദമുയർത്തുക എന്നത് ഇടതുപക്ഷത്തിന്റെ വെല്ലുവിളിയായിരുന്നല്ലോ. അത് എത്ര കണ്ട് ഫലപ്രദമായി മുന്നോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്? ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ചർച്ചയായി മാറുമെന്ന് CPM നേരത്തെ തന്നെ വിലയിരുത്തുകയാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതുപോലൊരു ഇമ്പാക്റ്റ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കില്ലെന്നാണ് CPM-ന്റെ ഒരു പൊതുവിലയിരുത്തൽ. കാരണം അത് ഉണ്ടാക്കാവുന്ന പരമാവധി ഡാമേജ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള നടപടികൾ CPM നേതാക്കൾ അടക്കം ജയിലിൽ പോയെങ്കിലും അവരെയൊക്കെ കൃത്യമായ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇടക്കാലത്ത് കുറച്ച് ദിവസമെങ്കിലും കോൺഗ്രസിന്റെ ഭരണസമിതിയുടെ കാലത്തെ ആരോപണങ്ങൾ ശക്തമായി ഉയർന്നു നിന്നു. മാത്രമല്ല സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയതും അടൂർ പ്രകാശ് മാൻഡു ആന്റണിയും അയാൾക്കൊപ്പം പോയതുമൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റാൻ CPM-ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടാക്കിയതുപോലൊരു ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കില്ല എന്നൊരു പ്രതീക്ഷയാണ് CPM-നുള്ളത്. പക്ഷേ എത്രത്തോളം അത് താഴെത്തട്ടിൽ അത് എത്തിയെന്ന കാര്യം സംശയമാണ്. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും പ്രചരണ രംഗത്ത് അത്ര സജീവമായതില്ല സ്വർണ്ണക്കൊള്ള. പക്ഷേ
തെരഞ്ഞെടുപ്പ് ഫലം പലയിടത്തും പരിശോധിക്കുമ്പോൾ വലിയ ആഘാതം അത് ഉണ്ടാക്കിയതെന്ന് വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ശബരിമലയെ ബന്ധപ്പെട്ട സർക്കാർ നടത്തിയ നീക്കം കൂടി ശ്രദ്ധേയമാണ്. നേരത്തെ ഈ യുവതീ പ്രവേശന വിഷയത്തിൽ നിലപാട് പറഞ്ഞപ്പോൾ പൂർണ്ണമായും യുവതീ പ്രവേശനം എതിർത്തല്ല സർക്കാർ നിലപാടെടുത്തത്. പക്ഷേ ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു നീക്കം സർക്കാർ നടത്തിയത് യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ ഒപ്പം കക്ഷി ചേരാൻ സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് സർക്കാർ പൂർണ്ണമായും നേരത്തെ യുവതികളെ മാറ്റി നിർത്തുന്നത് നീതികേടെന്ന് പറഞ്ഞ സർക്കാർ തന്നെ പൂർണ്ണമായും ആ നിലപാടിൽ നിന്ന് യൂട്ടേൺ അടിച്ച് മലക്കം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിനൊപ്പം മാറുകയാണ്. അവസാന മണിക്കൂറുകളിൽ CPM സർക്കാർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട നീക്കമായി അത് കാണണം. അതായത് വിശ്വാസ സംരക്ഷണമാണ്. നേരത്തെ MA ബേബി നമ്മോട് മഞ്ജുഷ് ഗോപാൽ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞതുപോലെ യുവതീ പ്രവേശന വിഷയത്തിൽ CPM നിലപാടല്ല, എന്താണോ വിശ്വാസികളുടെ നിലപാട് അതാണ് ശരിവെക്കേണ്ടത്, അതാണ് എടുത്തു കാട്ടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെയുള്ള ഈ നവോത്ഥാന സമിതിയും അതുമായി ബന്ധപ്പെട്ട നിലപാടുകളൊക്കെ തിരുത്തി കളഞ്ഞുകൊണ്ട് CPM പൂർണ്ണമായും യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കൂടി തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ മാറുകയാണ്. സ്വാഭാവികമായും ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമല യുവതീ പ്രവേശനമൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജുകൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിന്റെ നീക്കത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഒരു ഇമ്പാക്റ്റ് തിരിച്ചടി യുവതീ പ്രവേശന വിഷയമാകട്ടെ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയാകട്ടെ ഇത്തവണ ഉണ്ടാക്കില്ലെന്ന ഒരു പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്ക് പൊതുവിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.